ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് ഞാൻ ഏകദേശം 250 ഗ്രാം കപ്പ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഒരു വട്ടം നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഏകദേശം കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കൊരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഞാൻ എടുത്തിരിക്കുന്ന സാധാരണ പച്ചരി നമ്മൾ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നനച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കപ്പയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചും നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന പുട്ടുപൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ സാധാരണ തരിയുള്ള പുട്ടുപൊടിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് നനച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയും നന്നായിട്ട് കുതിർന്ന് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ അതേ പരുവത്തിൽ നമുക്ക് നനച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണയുള്ള പുട്ടിനേക്കാളും കുറച്ചും കൂടി വേവ് കപ്പപ്പുട്ടിനുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ടിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.